ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഓഫായി പോകണം കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. തന്നെയല്ല അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കായിട്ട് അന്ന് പൊടി വന്നാണെങ്കിൽ കാണുന്നത്. ഇത് പെട്ടെന്ന് പൊടി കയറി ബ്ലോക്കായി പോകുന്ന മോഡലാണ് ഈ കിടക്കണായിട്ട് കേട്ടോ. അതിൻ്റെ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വരാം. ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. അതായത് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. പ്ലഗിൻ്റെ കേസ് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ നല്ല രീതിയിലൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം പുതിയ എയർ ഫിൽറ്റർ ഇടാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെതായിട്ടുള്ള പ്രസൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മേജറായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി നോക്കുന്ന സമയത്ത് അതിനകത്ത് വീലുകൾ ഡാമേജിലേക്ക് പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പീസ് ലൈഡ് എന്ന് പറയുന്ന ഐറ്റം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെപ്പറേറ്ററാണ് വരാം. അത് പോയിട്ട് ഇവിടെ ഈ വീലൊക്കെ ഉണ്ടോ അടിച്ച് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തേമാനം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ വീല് മാറ്റിയിടണം. അതേപോലെ ഈ പൊട്ടിപ്പോയേക്കണ ഈ ഐറ്റം മാറ്റി പുതിയതിടണം. ബോസ് ഡ്രൈവ് നമുക്ക് ഇത് തന്നെ മതി. ഈ ബോസ് ഡ്രൈവ് ഇത് തന്നെ യൂസ് ചെയ്യാം. കാരണം അതിന് വേറെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഈ വീലിനാണ് കംപ്ലയിൻറ്റ് വന്നതാണ്. ഇത് ഇവിടെ അടി കൊണ്ടിട്ട് ഈ ഭാഗം നോക്കുമ്പോൾ അറിയാം വന്ന് ടച്ച് അത്രയും ചെത്തി എടുത്ത് പോയേക്കാണ് അത് വന്നിട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ഈ കണ്ടീഷനിൽ നിൽക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കട്ടായി പോകാനും നമുക്ക് മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒക്കെ ഇതിനകത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനും പ്രകാരം കൈയോടെ നമുക്കത് മാറ്റിയിടണമാണ് സേഫ്. ഇപ്പോൾ നിലവിൽ റോളറുകൾക്കൊന്നും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആ വീല് മാത്രം മാറ്റിയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നുള്ളൂ. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഇതന്നെ സെറ്റ് ചെയ്യാം. വലിയ താമസിച്ചാണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നേക്കും. കാരണം സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നേക്കാം. അതായത് സെൽഫ് അടിക്കാത്തൊരു കംപ്ലയിൻറ്റ്, ബെൻഡെക്സ് കൃത്യമായിട്ട് പിടിക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാം. പക്ഷേ ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. നമുക്ക് അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യും. കൂടുതലായിട്ട് പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ ഒരു പക്ഷേ നമുക്ക് മാറ്റി കളയേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഔട്ടറായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. പേപ്പർ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ക്രാക്കൊക്കെ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റൊന്നും വേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. എന്തായാലും അടുത്ത സർവീസിനായാലും ജനറൽ സർവീസായിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ നോക്കും. കൂടുതൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തും. മാറ്റേണ്ടതാണെങ്കിൽ നമ്മൾ ഓൾറെഡി മാറ്റിക്കും നിർബന്ധമായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിലവിൽ എന്തായാലും ഓടിക്കുള്ളൂ. കിക്കർ വീലൊക്കെ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ആ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റാക്കി എടുക്കുക. പിന്നെ നമുക്ക് ആ വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് നമുക്ക് അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് ഈ സ്ലോ ജെറ്റ് നല്ല രീതിയിൽ ബ്ലോക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ചെറിയ ഹോളാണ്. അത് ഓൾറെഡി അടഞ്ഞൊരു സിറ്റുവേഷനിൽ നിൽക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഐഡിലേക്ക് നിർത്താൻ നോക്കുമ്പോൾ എന്തെങ്കിലും നിൽക്കില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൽ വരുന്ന എത്തനോൾ മിക്സ് ആയിട്ടുള്ള പെട്രോളാണ്. 20% എത്തനോളാണ് മിക്സിങ് വരാൻ. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഈ പ്രോബ്ലമൊക്കെ വന്നതിൻ്റെ റീസൺ. അത് കാർബറേറ്ററിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ട്. ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അത്ര ഗുണകരമല്ല. കാരണം ഓവർഫ്ലോ വരാനൊക്കെ ഉള്ള സാധ്യത ഉള്ള സംഭവമാണ് അതിനകത്ത്. തൽക്കാലം നമുക്ക് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഈ സ്ലോ ജെറ്റ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തു പോകാം. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ ലീക്കാണ്. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഓപ്പണായിട്ട് വാഷ് ചെയ്യണ വന്നിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ ചെളിയുണ്ട്. അപ്പോൾ അത് ഈ കണ്ടീഷനിൽ തന്നെ നിലനിർത്തി അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഉൾഭാഗത്തായതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം നമുക്ക്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാൽ നിൽക്കണേ. നമുക്കത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇരുന്ന് ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം ഓവലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷുകളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ ബ്രേക്ക് കേബിളിലായാലും വേറെ കംപ്ലയിൻ്റ് ഇല്ല. ടയറൊക്കെ നല്ല ടയറാണ്. ഹബ്ബ് ബെയറിങ് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഗ്രീൻ ബുഷ് മാത്രം ഫ്രണ്ടിലത്തെ ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2024 ബാറ്ററിയാണ് നമ്മളുടെ. എങ്കിൽ കൂടി നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ടെസ്റ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിലവിൽ 12.99 വോൾട്ടും കാണിക്കുന്നുണ്ട്. നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ.
വാറണ്ടി പീരീഡിലുള്ളതാണ് എങ്കിൽ കൂടി നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് കൂട്ടത്തേക്കിടെ അതും കൂടി ഒന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പ്ലഗും നമുക്ക് ഈ കൂട്ടത്തേക്കിടെയാണ് ചേഞ്ച് ചെയ്ത് പോകേണ്ടത്. അതായത് എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ പ്ലഗ് മാറ്റിയാൽ മതി. കാരണം എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിലാണ് നമ്മളത് ചെയ്തു പോകേണ്ടത് കേട്ടോ. കാരണം പരമാവധി നമുക്ക് ജെനുവിൻ പാർട്സുകൾ ഉപയോഗിക്കാനാണ്, ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടതുകൊണ്ട് തന്നെ പെട്രോൾ കൺസപ്ഷൻ കൂടും, എഞ്ചിൻ ഹെഡിലൊക്കെ കരി കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കൈയോടെ മാറ്റി കളയണം എന്ന് പറഞ്ഞതിൻ്റെ കേസ്. അതേപോലെ തന്നെയാണ് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം അഴുക്ക് കയറി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ അളവിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, അളവ് കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം നിലവിൽ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സർവീസിൽ കൂട്ടത്തിക്കിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ മാറി പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഏതാണ് ഫസ്റ്റ് വന്നതെന്ന് വെച്ചാൽ കയറ്റിയിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്യണം. ഓയിൽ കുറഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ള ദിവസം ഒന്ന് നോക്കണം. ഇനി കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് എന്തോരം കുറയുന്നുണ്ട് എന്നനുസരിച്ച് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ എൻ്റെ വണ്ടി എഞ്ചിൻ്റെ ഭാഗം ഇങ്ങനെ ഓരോരോ കംപ്ലയിൻറ്റിലേക്ക് പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അതായത് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ കയറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മൺകാടിൻ്റെ ബാക്ക് മൺകാടിൻ്റെ ഇവിടെയൊക്കെ ബാക്ക് മൺകാട് എന്താ ചെന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡൊക്കെ മൊത്തം പൊട്ടിയിരിക്കണം കേട്ടോ. ഇവിടെയൊക്കെ പൊട്ട് വീണിരിക്കുന്നുണ്ട്. ഫൈബറാണ്, ഒരു നിസ്സാരം കൂടെ പൊട്ടാനുള്ളൂ, അത് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ നമുക്ക് എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നമ്മൾ ഇപ്പോഴത്തെ ചെയ്ത വർക്കുകൾ ചെയ്ത് വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് മൺകാട് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ മാറ്റി പോകണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പിന്നെ ഇപ്പം എന്തെങ്കിലും നമുക്ക് അഴിച്ച കൂട്ടത്തിൽ വാഷിങ് കഴിഞ്ഞാൽ അവിടെ മാറ്റി സെറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ പിന്നീട് എന്തായാലും അത് പൊട്ടിപ്പോകും ഈ ഭാഗം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ അഴിച്ചിട്ട് വേണം മാറ്റാനായിട്ട്. അപ്പോൾ അഡീഷണൽ ലേബറും കാര്യങ്ങളൊക്കെ വേറെ വന്നാണുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഐറ്റം സ്റ്റോക്കിലുണ്ടോയെന്നും നോക്കേണ്ടതാണ്. ഐറ്റം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.